ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റിലേക്കാണ് നടന്നു പോകുന്നതിന് അറിയാതുള്ള പോക്കാണ് ഞാൻ ഈ നടക്കുന്നത്. വാഗാ ബോർഡറിൽ അമൃത്സറിന്റെ വ്ളോഗ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇപ്പം അതിന് ശേഷം അമൃത്സറിൽ പോയിട്ട് നേരെ അവിടുന്ന് വാഗാ ബോർഡറിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന വഴിക്കൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം, സ്പെഷ്യലായിട്ടുള്ളൊരു ഈവൻറ്റ് നടക്കുകയാണ് എന്നൊന്നും അറിയാതെ ഞങ്ങൾ ജസ്റ്റ് വാഗാ ബോർഡർ കാണാമെന്നും പറഞ്ഞ് പോവുകയാണ്. മോന് പോപ്കോണൊക്കെ ഇഷ്ടമാണ്. പോപ്കോണൊക്കെ മേടിച്ചു കൊടുത്ത് പിന്നെ അവിടുന്ന് നടന്ന് ഫ്ലാഗൊക്കെ കണ്ടപ്പോൾ എന്ത് സന്തോഷമായിരുന്നു. ഒരു പ്രത്യേക ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആർമിയാണ്, പട്ടാളമാണ്. സോ പുള്ളിക്കാരൻ്റെ കൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം പോലെ ഫീൽ ചെയ്തു. ആൻഡ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം എയർമാൻ്റെ പാട്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഓഡിയോ ഇട്ടായിരുന്നു. പിന്നെ മനസ്സിലായത് ലൈവ് പാടുകയാണ്. കിളി പോയി. വീഡിയോ എടുക്കാനും അന്നേരം ഒന്നും പറ്റിയില്ല. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമായിപ്പോയി. വീഡിയോ എടുക്കണമെന്നുള്ള കാര്യമൊക്കെ എല്ലാം ഞാൻ കഴിഞ്ഞ് പെർഫോമൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർത്തത്. പിന്നെ ബാക്കി കാര്യങ്ങളും പരേഡും എല്ലാം കണ്ടു. പിന്നെ സ്ക്വാഡ് ഡോഗിൻ്റെ അതൊക്കെ കണ്ടു. എനിക്ക് ഡോഗ് ലവർ ആയിട്ട് സ്ക്വാഡ് ഡോഗിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ പരേഡ്, പിന്നെ ഈ സാറുണ്ടല്ലോ, ഇദ്ദേഹം ഇതായിട്ടാണെന്നറിയാമോ, നമ്മൾ ക്രൗഡിനെ കൂടുതൽ ക്ലാപ്പ് ചെയ്യാനും കൂടുതൽ ഇതാവാനും, പിന്നെ ഭാരത് മാതാ കി ജയ് എന്നൊക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കൂടുതൽ ലൗഡറായിട്ട് ഇപ്പോൾ ഇതാക്കാനായിട്ട് പുള്ളി ഭയങ്കര ഇതായിരുന്നു. ഭയങ്കര ഇൻസ്പയറിങ് ആണ്. ഭയങ്കര എന്താ പറയുക, നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് ഈ പരേഡ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. AR റഹ്മാൻ വന്നിട്ടുള്ളത് ആക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഫിലിം ഡയറക്ടറൊക്കെ ഉണ്ടായിരുന്നു. മേ വാപ്പസ് ആവുങ്ക എന്ന് പറഞ്ഞ സിനിമയുടെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു. സോ AR റഹ്മാൻ്റെ ഫസ്റ്റ് ലൈവ് പെർഫോമൻസ് ആയിരുന്നു. അതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു മൊമെൻ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഓസ്കാർ അവാർഡ് വിൻ ചെയ്ത ആളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലൈവ് പെർഫോമൻസ് വിറ്റ്നസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഐ വാസ് സോ ഹാപ്പി. പിന്നെ അവിടുന്ന് മ്യൂസിയത്തിൽ പോയിട്ട് അവിടുത്തെ സ്ക്വാഡ് ഡോഗിനൊക്കെ തൊട്ട് നോക്കി. ഐ വാസ് സോ ഹാപ്പി. പിന്നെ BSFൻ്റെ അതിൻ്റെ ഒക്കെ കണ്ടു. അവിടുത്തെ ഹിസ്റ്ററിയൊക്കെ കുറേ ഉണ്ട്. അതൊക്കെ നടന്ന് കാണിയും വായിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ കുഞ്ഞുങ്ങളുമായിട്ട് പോകുമ്പോൾ പറയാമല്ലോ, അയ്യോ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ അവരങ്ങോട്ട് പോകും. അങ്ങനെ അവരുമായിട്ട് കുറച്ച് ഓടിയൽ പിടിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു, ബൈ.